എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നാണ് ഇന്നാണ് ഗൈസ് ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് പോകാൻ പോകുന്ന ദിവസം. എനിക്ക് ടാറ്റതാ ഞാൻ പോകും ഗൈസ്. പക്ഷെ പോകുന്നതിന് മുന്നേ എന്തിനായിരുന്നു ഇന്നലെ രാത്രി? ഞാൻ ഇന്നലെ രാത്രി ആഗ്രഹം കൊണ്ടൊരു ഷവർമ്മ തിന്നിട്ട് കിടക്കാൻ പോയതാണ്. പറഞ്ഞോട്ടെ ഗംഗ ഇവന്റെ നെളി കൊണ്ട് ഒരു 5:30 ഗംഗ മതിലോട്ട് ഗൈസ് ഞാനാണെങ്കിൽ അവിടെ കട്ടില് കിടക്കുകയായിരുന്നു. രാവിലെ 5:30 എന്റെ കണ്ണ് തുറന്നിട്ട് ഞാനാണെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് ഒന്ന് എഴുതുന്നത് 5:30 ഞാൻ കാലെടുത്ത് കട്ടിൽ നിന്ന് താഴോട്ട് വെച്ചിട്ട് ഒന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കും ഒരു വിളിയെ ഞാൻ തുറച്ച് അത് ചുമരി ഇടിച്ച് തിരിച്ചു വന്ന് നമുക്ക് എന്തൊരു നോക്കി ഈ പെണ്ണ് നടന്ന് വിളിക്കണ്. എന്തോ അടിയത്? എനിക്ക് പേടിയാണ്. എന്തൊരു എനിക്ക് രാത്രി നിഴലിയാമെന്നെ കുറച്ച് പേടിയുണ്ട്. എന്നിട്ട് ഞാൻ ശരണ്യടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇവക്ക് നമ്മള് വെളി കിടന്നുറങ്ങാൻ നേരത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അരങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒച്ചെടുത്ത് ചെറിയത് മതി. എന്നിട്ട് ഞാൻ കഴിച്ച ഷവർമ്മ ഞാൻ ഛർദ്ദിച്ചു. ഞാൻ കാരണം ഒരാളെ ഛർദ്ദിച്ചു. ഓ ഗൈസ് എന്നിട്ട് ഞാൻ പേടിച്ചു പോയി. അത് കണ്ട് ഗംഗോരോ ഒച്ച കരച്ചില്. അത് കരഞ്ഞപ്പോട്ടപ്പോ എനിക്ക് വിഷമായി. ഇവിടെ സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കി. അത് പേടിച്ചത് ഞാൻ, ഛർദ്ദിച്ചത് ഞാൻ, കരഞ്ഞത് നീ. എന്ത് ലോജിക്കാരൻ ഇതിലുള്ളത്? എനിക്കതല്ല, ഞാൻ ഒരാളെ ഒരു പ്രമുഖനെ ഞാൻ വല്ലാത്ത വാളായി പോയി ഗൈസ്. ആ ഷവർമ്മ മുക്കാ ഭാഗം പോയി, 1/4 ഭാഗം വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങിയത്. എന്തായാലും ഒരു ചായ കുടിക്കട്ടെ ഗൈസ്. രാവിലെ സത്യം കക്കൂസി പോകാനും മനുഷ്യന് പറ്റൂല. എന്തായാലും ഒന്ന് കട്ടിൽ എടി ഞാനാ പേടിപ്പിച്ച് കളഞ്ഞു ഗൈസ്. എന്തായാലും ഒരു ചായ കുടിക്കട്ടെ. എന്താടി ഇത്? ലോകം മൊത്തം ഇവിടെ ഉണ്ടല്ലോ. ഇവിടത്തെ മെനു ഒക്കെ നോക്കുക, എന്ത് അഫോർഡബിൾ ആയിട്ടുള്ള മെനു ആണെന്ന്. ഇന്നലെ വരെ വി വെയർ ഓൺ ദ റോങ് സൈഡ് ഓഫ് ദുബായ്. എല്ലാത്തിനും ഒടുക്കത്തെ പൈസയായിരുന്നു. അപ്പൊ പാഠം പഠിച്ചല്ലോ. ഇനി എന്ത് ചെയ്യും നമ്മള്? എവിടെ? എനിക്ക് കരാമെന്ന് കേൾക്കുമ്പോ കരയാമയാണ് ഓർമ്മ പറഞ്ഞത്. നമ്മൾ ഓർഡർ ചെയ്ത് ഗൈസ് ഫുഡ്. ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെളിവും വെള്ളിയാഴ്ച വരും. ചായ കുടിക്കട്ടെ. ഓ നല്ല ഫുഡായിരുന്നു ഗൈസ്. നമ്മൾ കഴിച്ചിറങ്ങി. ഇനി പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ ഇന്ന് തന്നെ ഇറങ്ങും. എന്നിട്ട് ഇവരെ ഒരു ദിവസം ഇവിടെ കാണും. അമ്പിളിനെ കാണാൻ പോലും അവ എവിടെ നാട് വിട്ടു പോയ ഗൈസ് അമ്പിള്. എന്തായാലും നമ്മൾ റൂമിൽ പോയി ഒന്ന് പാക്ക് ചെയ്യട്ടെ. എടി ശരു ഇന്നലത്തെ ലൊക്കേഷൻ പിടിച്ചാണ്ട് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കട്ടെ. ഈ കുരുപ്പുകൾ രണ്ട് ഇവിടെ കിടക്കായിരുന്നു. അവൾ അവിടെയും ശരണി ഇവിടെ, ഞാൻ തന്നെ ഇവിടെ കിടക്കായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇവർ രണ്ടുപേരും എനിക്ക് ഇന്നലെ കട്ടില് കാണും. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ 5:30 എന്റെ അലാറം അടിച്ചു. ഇങ്ങനെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാനായിട്ട് ഇവിടം വരെ എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളു. ഒരു വിളി നീ അവിടെ ഇടിച്ച് അപ്പുറത്തേക്ക് പോവാൻ നോക്കി മതിലിന്റെ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പേടിച്ച് ഛർദ്ദിക്കണത്. പാരാഗ്ലൈഡിങ് ചെയ്ത പോലെ ഞാൻ ഛർദ്ദിച്ചിട്ടില്ലാത്ത ഒരുത്തനാണ്. ഇവൾ എന്നെ ഛർദ്ദിപ്പിച്ച് കഴിച്ച് രാവിലെ. മര്യാദക്ക് പോയി അതെ രാവിലെ 5:30 ശരണ്യ മുതുകി തലവണം ഞാൻ വാള് വെക്കണം. ശരണ്യ മുതുകി തലവണം ഞാൻ വാള് വെക്കണം. പിന്നെ ഛർദ്ദിച്ച ഞാൻ എവിടെ സമാധാനിപ്പിക്കേണ്ടി വന്നു നോക്കണേ. എന്റെ സൈഡ് അത് അത്രയാണ് എന്റെ സൈഡ്. ഇത് ഇവരെ സൈഡ്. എന്തോന്നടേ ഇത്? ഓ എന്തായാലും ഇന്നിനി ഇപ്പോഴത്തേക്കും ഇതൊക്കെ പാക്ക് ചെയ്യട്ടെ ഗൈസ്. ഒന്ന് ഫ്രഷ് ആയി നമ്മൾ ഇവിടെ ഇറങ്ങാണ്. ഇവരുടെ ബെസ്റ്റ് ബൈയിലാണ് ഇവിടെ പോകാൻ. റെഡി ആവട്ടെ. ഓ ഓക്കെ ഗൈസ്, ഒരുവിധം നമ്മുടെ ഇതെല്ലാം സെറ്റാക്കി. ഇത് വല്ല കനമുള്ള ഒരു ബാഗായി മാറി കേട്ടോ. 30 കിലോക്കകത്തെ കാണുവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിന്റെ അകത്ത് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇട്ട് ഇതിന്റെ അകത്ത് ഇട്ടുകൊണ്ട് വന്ന തുണിയെല്ലാം ഞാൻ പാക്ക് ചെയ്ത് ഇതിന്റെ അകത്ത് ബാക്കി ഇലക്ട്രോണിക് സാധനങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ ഇറങ്ങാൻ പോവാണ് ഗൈസ്. 1.5 മണിക്കൂർ
1.5 മണിക്കൂറായിട്ട് അവളവിടെ ഇരുന്നു. അവള് പെണ്ടി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം വാരി പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇനി ഇത് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. വേണ്ട ഇത് അത്രയും സെറ്റ് ഗൈസ്. ഇതുണ്ടല്ലോ ഗൈസ് റൂട്ട്. ഞാൻ 3 എണ്ണം ഇന്നലെ വാങ്ങിച്ച ഓർമ്മ വേണ്ട. എന്നിട്ട് ഇതെടുത്ത് ഞാൻ അടിക്കാൻ നോക്കിയപ്പോ ഇതിന്റെ മൂട്ടിൽ ഒരു പൊത്തല് ഗൈസ്. എന്തൊരു തേപ്പടി ഇത്. ആ സോ ഒരെണ്ണം നമുക്ക് നഷ്ടമായി. ഡാമിറ്റ് പോട്ട് പുല്ല്. എന്നാ ഈ തുണിയുടെ ഇതും കൂടെ എടുത്ത് ഇതിന്റെ അകത്ത് കയറ്റും. ഇത് ചുമന്നുകൊണ്ട് പോണതൊരു ടാസ്ക് ആയിരിക്കും. കാരണം എന്തായാലും ഇതൊരു വലിയൊരു മുതുക്ക് ബാഗ് വാങ്ങിയാൽ നന്നായി. കാരണം എല്ലാം ഇതിന്റെ അകത്ത് അങ്ങ് നിന്നോളും. എന്നിട്ട് ഇതിട്ട് വെക്കാനായിട്ട് ഒരു കുഞ്ഞ് 0 4 0 കണ്ട അതെടുത്ത് ഇവിടെ ചേർത്ത് വെച്ചിട്ട് ഇത് അത്യാവശ്യം കനം ഉണ്ടെന്ന് തോന്നേ. നോക്കിയടി ഒന്ന് കനം ഉണ്ടാന്ന്. ഉരുട്ടിക്കൊണ്ട് പോവാടി. 30 കിലോ കാണും ഓടി. ഇതില്ലല്ല 30 കാണൂ. ആണോ? കാണല്ലേ മേക്കപ്പ് കൂട്ടി. ഈ തറയിരുന്ന് ഇടുന്ന സാധനങ്ങളുടെ ഒക്കെ വില കേൾക്കണേ നിങ്ങൾ ബോധം കെട്ട് പോകും കേട്ടാ. ഉമ്മച്ചി ഏതടി ചേട്ടന്റെ അനിമിയേട് പൈസ കൂട്ടട്ടെ. അത് പിന്നെ ഇവർക്കിത് നമുക്ക് അത് അത് റേ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും കുറ്റം പറയാത്ത കേസ്. ആരടി ഈ മനുഷ്യൻ രണ്ടുപേരും ഞങ്ങൾ എങ്ങനെയാണ് പറയണത്? എന്തരടി സാധനം വാങ്ങണത്? പക്ഷെ നിങ്ങൾ ഇതില്ലാതെ തന്നെ ഭയങ്കര ഭംഗിയല്ലേടാ. എന്താണെന്ന് ചേട്ടാ എന്നാലും നമുക്ക് തികയുന്നില്ല. ഇന്നലെ വാങ്ങിച്ച ഏതൊക്കെയടി? ഇല്ല ഇന്നലെ വാങ്ങിച്ചതാ ഇത്. ഈ കവറിലേ ഉള്ളൂ. ഇതെന്തൊരു കൺസീലർ ഇതിനെത്രയടി? എല്ലാ ഐഡിയിലാണ്. വീട്ടിൽ വേണം എനിക്ക് കണക്ക് കൂട്ടാൻ. എന്തൊക്കെ സാധനങ്ങളാണ്. ആ ഇതെന്തൊരു? ഫൗണ്ടേഷൻ. ഓ ഇതാണല്ലേ ഫെൻഡി. ഇത് എന്തിനാണ്? ഫൗണ്ടേഷനാ? ഇട്ടിട്ടുണ്ടോ ഇപ്പം? ഇട്ടിട്ടില്ല. ഇതൊക്കെ ഞാൻ എവിടെയും പോകുമ്പോ ലുപ്തിച്ച് ഇടും. നമ്മൾ അവിടെ കിട്ടൂല. ആണല്ലേ. ഇതൊക്കെ എന്തിനടി? എല്ലാം ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക്, സൺസ്ക്രീൻ, ലിപ് ബാം. ഇതെല്ലാം എന്റെ പണി സാധനങ്ങളാണ് രാജാവ്. ഇതാർക്കടി ഇത്ര ഗുളിയൊക്കെ? ചേട്ടാ ഇത് എന്റെ അസുഖത്തിനുള്ള ഗുളികൾ. വയറിന്റെ പ്രശ്നമുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് ബാഗ് കാണുമ്പോ ഇത്ര വിശദമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ കൂവക്കല് ഒരെണ്ണ കൂവലിനൂടെ നീ കഴിക്കണം കേട്ടോ. ആ ഓക്കെ. അതറിഞ്ഞാ മതി ഗൈസ്. നമ്മളിനി ഇറങ്ങട്ടെ ഗൈസ്. ഇറങ്ങിയിട്ട് ഞങ്ങള് ഷാസിനെ കാണാൻ പറ്റുമോ നോക്കട്ടെ. അവനെ വിളിച്ചു നോക്കാം. കാണാൻ പറ്റുമെങ്കിൽ പോണ വഴിക്ക് അവനോടെ കണ്ടിട്ട് പോവാം. നല്ല ട്രിപ്പ് അല്ലേ ഇരുന്നാടി? ആ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് ആയി പോയില്ലേ നമുക്കിത്. ആര് നീയൊക്കെ ബ്രാൻഡിന്റെ കടയിൽ കയറി കഴിഞ്ഞ് ഇറങ്ങണ്ടേ? യോ എത്ര നേരം ഓടി ഇന്നലെ ഈ ബ്രാൻഡിൽ കയറിയുന്നത്? എന്തായാലും നിങ്ങൾ ഹാപ്പി ആയല്ലോ. എന്തായാലും ഇനി ഇവിടെ നിന്ന് ഞാൻ ഒന്ന് വെക്കേറ്റ് ചെയ്യട്ടെ. ഇവരിവിടെ തന്നെ കാണും. ഞാൻ വെക്കേറ്റ് ചെയ്യാം. ഓക്കെ ഇറങ്ങിയിട്ട് വരാം. ഇവര് ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ റൂം 1ാം പാനിപ്പട്ട് യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമി പോലെ കിടപ്പുണ്ട് ഗൈസ്. ശരൂന് ഞാനും ഇവളും കൂടെയാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ എടുത്ത് കൊടുക്കുന്നത്. നല്ല രസമുണ്ട് റെഡി. നമുക്ക് പോവാം ബാ. ഓക്കെ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നിട്ട് ഞാൻ നേരെ എയർപോർട്ടിലോട്ടും ഇവര് നേരെ ഷോപ്പിങ്ങിലോട്ടും. വരൂ ലിഫ്റ്റ്. സള്ളേ ഗൈസ് ദുബായ് ആര്യാസ്. എന്തായാലും വിശക്കണം. വെജ് എങ്കിൽ വെജ്. വേറെ കടയൊന്നും കാണാനില്ല. ബേസിക്കലി ഞാൻ അങ്ങനെ അധികം കൂർക്കം വലിക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ശരണ്യ എടുത്ത് പറയുന്നു ഞാൻ ചെറുതായിട്ട് കൂർക്കം വലിച്ചു. ചെറുത് എന്റെ പൊന്നെ എന്തൊരു ശബ്ദം. അത് റൂമിലാണെങ്കിൽ ഫർണിച്ചർ ഒന്നും ഇല്ല കേട്ടോ. എക്കോ എന്ന് പറഞ്ഞാൽ എക്കോടെ എക്കോട്ടാ. ആദ്യം അവനില്ലേ പിന്നെ ലാസ്റ്റ് ആയിട്ടില്ലേ ബീസിലിടുന്ന പോലെ റൂം മുഴുവൻ വെച്ച. എന്നിട്ട് ഞാൻ എയർപോർട്ട് വെച്ച് നോയിസ് ക്യാൻസലേഷൻ വെച്ചിട്ടാണ് ഉറങ്ങിയത്. അവസ്ഥ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആദ്യം ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഞാൻ കേട്ടില്ല. എയർപോർട്ട് വെക്കുന്ന എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും ഞങ്ങള് കുറച്ച് വെജിറ്റേറിയൻ ഫുഡുകൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഞാൻ ബിണ്ടി മസാല റൊട്ടി, അവള് വെജ് ഫ്രൈഡ് റൈസ്, അവള് ആലു പറാഠയും ഗോബി മഞ്ചൂരിയനും. വെയിറ്റ്
ഗൈസ് ഞങ്ങൾക്ക് എന്തൊക്കെയൊക്കെയോ ഓർഡർ ചെയ്തു കേട്ടോ, അതൊക്കെ തീർന്നു പോയി. ഞാൻ ബ്ലോക്ക് എടുക്കാൻ വിട്ടുപോയി. അന്നത്തിന്റെ വിളി കാരണം കഴിച്ചിട്ട് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് നേരെ അബുദാബിയിലോട്ട് വിടാം ഗൈസ്, കാരണം ഇതിൽ ലേറ്റ് ആയി പോകും. ഓ ഞങ്ങൾ കഴിച്ചിറങ്ങി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ടാറ്റ, ഞാൻ പോയിട്ട് വരാം. ലാഗ് മറന്നുപോയി സാറേ. ബൈ ബൈ. അങ്ങനെ എല്ലാവരുടെ അടുത്തും വിട പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ. നമുക്കിനി ഇവിടെ നിന്ന് മെട്രോ കയറി നേരെ പോകാം ഇബ്നു ബത്തൂത്ത നേരെ ബസ് പിടിച്ച് പോകാം അബുദാബി മെട്രോ റെയിൽവേ ഫ്ലൈറ്റ് എയർപോർട്ട്. നമ്മളിപ്പോ ഇവിടെയാണ് ഗൈസ്, നമുക്ക് ഇവിടെയാണ് പോവേണ്ടത്. അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് പോകും. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് ഇത് വരുന്നത്. ഈ കാർഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും അറിയണ്ട ഗൈസ്. അടുത്ത് ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം വന്ന നടക്കുന്നതല്ല ഗൈസ്, ഇപ്രാവശ്യം വന്നപ്പോ എനിക്കെന്തോ ദുബായിയുടെ പൾസ് കുറച്ചുകൂടെ അറിയാൻ പറ്റുന്നു. നമ്മൾ കംപ്ലീറ്റ് ഉപയോഗിച്ചതും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരുന്നു, അതിനൊരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. ഈ ട്രിപ്പ് ഇതുവരെ വന്നപ്പോൾ നമ്മൾ ഫുൾ കാറിലല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്തോ ഭയങ്കര വേറൊരു ഫീലായിരുന്നു. ഷാസിന് സർപ്രൈസ് കൊടുത്തു, ഹമ്പിളും ഗംഗയും ശരണ്യും ഒക്കെ ആയിട്ട് കുറെ പൊളിച്ചു. മൊത്തത്തിൽ ഹാപ്പി ആയി. ഞാൻ വില കൂടി ഒന്നും ഒരു സാധനം വാങ്ങിച്ചു അങ്ങനെ ഒന്നുമില്ല, വീട്ടുകാർക്ക് വേണ്ടി കുറച്ച് സാധനം വാങ്ങിച്ചു. പക്ഷേ ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ട്രിപ്പ്. ഇനി ഈ ബസ്സിൽ വേണം നമുക്ക് പോകാം. അപ്പൊ ഇതിന്റെ ടിക്കറ്റ് ഇവിടെ കിട്ടുന്ന ഒരു മച്ചാൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കട്ടെ. ഇതാണ് ടിക്കറ്റ്, അതാണ് ബസ്. ഇതിന്റെ പള്ള തുറന്നാണ് ബാഗ് അത്രയും വെക്കണത്. നമുക്ക് അകത്ത് കാണാം. സൈഡിലാരോ ഉണ്ട്, മിസ് ചെയ്യും. ബസ്സിൽ കയറി ഇനി നമുക്ക് അബുദാബിയിലോട്ട് പോവാം. ഷൂട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒന്നിച്ചേ പോകുള്ളായിരുന്നു. 7:15 നമ്മൾ ഈ ഭീമാകാര സത്വമായ എയർപോർട്ടിൽ എത്തിയേ. ഇനി ബാഗെല്ലാം എടുത്തോണ്ട് ഞാൻ അകത്തോട്ട് പോട്ടെ. 30 കിലോ കൂടുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, കാരണം എല്ലാം കൂടെ വെച്ചപ്പോൾ നല്ല കനമായി. എന്റെ പള്ളക്കകത്തുനിന്ന് ബാഗ് എടുക്കാം. ബാഗിൽ പോവാം. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടാ, ഈ കിണ്ണം കാച്ചി എയർപോർട്ടാണത്. ഒരു ഭംഗി. ഡ്രിങ്കിങ് വാട്ടർ ഡ്രിങ്കി കളയാം. ടെക്നോളജി ബോർഡിംഗ് പാസ് കിട്ടി. അച്ഛനെ താങ്ക് യു. പോയിട്ട് വരട്ടെ. പേരെന്നായിരുന്നു? സലാഹുദ്ദീൻ. പോയിട്ട് വരാവേ. എവിടെ ചെന്നാലും നമുക്ക് ചങ്കായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരു കൂട്ടൊരു ആഫീസ് കൂടെ ഉണ്ടായിരുന്നു, ആഫീസിന്റെ ബ്ലോയി കിട്ടിയില്ല. എന്റെ മോനെ കേസ് ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്തൊരു ഫാസ്റ്റ് കേസ് ഇവിടത്തെ അകത്തോട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബോർഡിംഗ് പാസ് എടുത്ത് ഇമിഗ്രേഷനിലൂടെ കയറി സെക്യൂരിറ്റി ചെക്ക് കൂടെ കഴിഞ്ഞിറങ്ങിയപ്പോൾ എക്സാക്ട്ലി 8 മിനിറ്റ്. ആള് കുറവായിരുന്നു പ്രൊവൈഡഡ്, ബട്ട് അതല്ല കാര്യം. എന്റെ പുലി എല്ലാം ഓട്ടോമാറ്റിക് ഗൈസ്, എല്ലാം. ബാഗിനകത്ത് നമ്മൾ സാധനങ്ങളെടുത്ത് പുറത്തിടണ്ട, പാസ്പോർട്ട് നോട്ട് സാധനം ചെയ്യണം. വരും, അവർ കണ്ണ് സ്കാൻ ചെയ്യും, വിടും. കണ്ണ് സ്കാൻ ചെയ്തിട്ട് വിടും ഗൈസ്. സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. ഖത്തർ ഈ എയർപോർട്ടിന് ഞാൻ ഇതുവരെ ലൈഫിൽ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എയർപോർട്ടാണ് ഗൈസ്. ഞാൻ ഈ എയർപോർട്ടിലൊന്നും പോയിട്ടില്ല, വേറെ കാര്യം. പക്ഷെ ഇത് ഖത്തർ ടെർമിനൽ എ കണ്ടാ വിജൃംഭിച്ച് കിടക്കണ കണ്ടാ. ഗേറ്റ് B20 നേരെ ബി ഗേറ്റ്. ദൂരം ഫ്ലൈറ്റ് ആണ് ഗൈസ് ഈ എയർപോർട്ടിൽ നിന്ന്. നമ്മുടെ ഫ്ലൈറ്റ് കണ്ട B20 എന്നുള്ള 3L127 അതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഗൈസ്. ബേസിക്കലി ഇപ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാലേ, ഞാൻ 3 മണിക്കൂർ മുന്നേ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വന്നേക്കാണ്. ഇനി 3 മണിക്കൂർ എന്തൊന്നും ഒരു ഐഡിയ ഇല്ല. ഒന്ന് ടോയ്ലറ്റിൽ പോവാം, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് ബുക്ക് വായിക്കാം. വേറെ ഉറങ്ങണം. ഞാൻ ബസ്സിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി ഗൈസ്, ഉറക്കം വരണില്ല ഇപ്പം. ഇപ്പം ഞാൻ അവയർനെസ് എന്ന് പറയുന്ന സെക്ഷൻ എത്തി ഫേസ്ബുക്കിനകത്ത്. അത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. എന്തായാലും അത് വായിച്ച് കിടന്നിട്ട് ഇനി 2 സെഷനൂടെ ബാക്കിയുള്ളൂ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്ക് തീരും. എന്തായാലും ഇവിടെ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ട്, നമുക്കിവിടെ വെറുതെ ഒന്ന് നോക്കാം. ബുക്ക് ഷോപ്പ് മാത്രമല്ല കേട്ടോ, എല്ലാം ഉള്ള ഷോപ്പാണ്. നമുക്ക് അബുദാബി എയർപോർട്ടിൽ വന്ന ഓർമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ദുബായ് വന്നതിൻ്റെ ഓർമ്മയ്ക്ക് ഞാനൊരു ബുർജ് ഖലീഫ വാങ്ങിച്ചോണ്ട് പോയതായിരുന്നു. പക്ഷെ അബുദാബിയുടെ ഓർമ്മയ്ക്ക് ഈ മുന്ത വാങ്ങിച്ചാലാ. മുന്ത അല്ലേ, എന്തൊരു സാധനം ഇത്? വാട്ട്സ് ദിസ്? Dala. Dala? What's it used for? No, it's the tea kettle. Okay. What represents Abu Dhabi the best? Camel. Camel? Yeah.
45 ദിർഹം ഉള്ളൂ. പുസ്തകത്തിനൊക്കെ ഇത്ര വിലയാണോ? ഈ അണ്ണ ഇതിലും തെളിച്ചോണ്ട് പോകണ നല്ല രസമുണ്ട്. ടൈസ്ന പൈസല്ല 45 ദിർഹത്തിന് ഞാൻ വാങ്ങിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ സിൽവനിയർ, അബുദാബി സിൽവനിയർ. ഈ സിൽവനിയർ പ്രാന്ത് എനിക്ക് വന്ന സത്യം പറഞ്ഞ സുജിത്ത് ബ്രോയുടെ വീട്ടിൽ പോയപ്പോഴാണ് കേസ്. അവിടെ ഓരോ രാജ്യത്ത് പോയിട്ട് ഒന്ന് ഒട്ടിക്കുന്ന സാധനം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇതായി. ഇനി ഇതുകൂടെ എടുക്കാം. ഇതിന് 19 ദിർഹമുണ്ട്. അബുദാബിന്ന് എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും ഒട്ടകത്തെ കണ്ടിട്ട് അബുദാബിന്ന് മനസ്സിലായില്ലെങ്കിലും ഇതെടുക്കാം. ഇത് രണ്ടും ഞാൻ മേടിച്ചു. കവർ വേണ്ടെന്ന് പറഞ്ഞു. ബാഗിൻ്റെ അകത്തിട്ടുണ്ട് പോയാൽ മതിയല്ലോ നമുക്ക്. ഞാൻ എല്ലാവരും മിസ് ചെയ്യണം. 1 മണിക്കൂർ പോസ്റ്റ് ചില്ലറ ഒന്നുമല്ല. എൻ്റെ അണ്ണ ഇരിക്കണ ഇരിപ്പ് നോക്കണേ. തൽക്കാലം ഇത് വേണ്ട. കയ്യിൽ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കണ ബുക്കൊക്കെ വാങ്ങിച്ച് തീർത്തിട്ടെ ഇനി ഞാൻ പുതിയ ബുക്ക് വാങ്ങുമെന്ന് കുറച്ച് ദിവസം മുന്നേ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചധികം ബുക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മക്ക് ബുക്ക് ഇതുവരെ തീർന്നില്ല എന്നെ കൊണ്ട്. 1 കോഫി ലൈറ്റ്, നോ ഷുഗർ, നോ ബിസ്ക്കറ്റ്. താങ്ക് യു. സിൽവർനിയറിന്റെ അത്ര വില ഇതിനുണ്ട് കേസ്. 26 ദിർഹം. പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റാത്ത പണ്ടത്തെ കണക്ക് അറ്റൻഷൻ ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഒരു 2 പേജ് വായിച്ചു കഴിയുമ്പോൾ മൈൻഡ് വേറെ എവിടെയൊക്കെയോ അങ്ങ് പോകും. പണ്ടക്കണക്ക് ഇരുന്ന ഇരിപ്പിൽ 10-50 പേജ് വരെയൊക്കെ പോയ സമയമുണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ ഏജ് വന്നതിന് ശേഷം റീഡിങ് ഭയങ്കര പാടാണ് കേട്ടോ. കാരണം നമ്മൾ അറ്റൻഷൻ എടുക്കൂല. പതുക്കെ ബിൽഡ് ചെയ്തെടുക്കാം നമുക്ക് റീഡിങ് ഹാബിറ്റ്. എന്തായാലും ഞാൻ ബുക്കൊക്കെ വായിച്ചിട്ട് അവിടെ ഇങ്ങനെ ഡയറി എഴുതാൻ വേണ്ടി ഇരുന്നപ്പോ മണികണ്ഠൻ ചേട്ടൻ എന്നെ വന്ന് കണ്ടു. നമ്മളിപ്പോ പരിചയപ്പെടാനുള്ള ബൈ ചേട്ടൻ ഇവിടെ ഓയിൽ റിഗിൽ വർക്ക് ചെയ്യാണ്. എന്നിട്ട് നാട്ടിലോട്ട് വെക്കേഷന് പോവാണ്. എന്നിട്ട് ചേട്ടൻ പറഞ്ഞ് ഗുരുവായൂർ ഉത്സവം തുടങ്ങാണല്ലേ ചേട്ടാ ഇന്ന്? 10 ദിവസത്തില് ആനയോട്ടം കഴിഞ്ഞു. ആനയോട്ടം കഴിഞ്ഞു. 10 ദിവസം ഗുരുവായൂർ ഉത്സവമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇതുവരെ ഗുരുവായൂർ എന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് വന്നപ്പോ ഞാൻ പുറത്ത് തൊഴുതല്ല, ഞാൻ അകത്ത് കയറിയിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാൻ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. 100%. ഓ ഭഗവാൻ വന്ന് വിളിച്ചൊരു വിളിയെ ഭയങ്കര യാദൃശ്ചിയായിപ്പോ. ചേട്ടനപ്പൊ അവിടെ ചേട്ടന്റെ അനിയൻ വൈശാഖ് കൃഷ്ണാട്ടത്തില് കൃഷ്ണന്റെ വേഷം കിട്ടണാണ്. അപ്പൊ ചേട്ടാ എനിക്ക് തൊഴുവാ ഒരു ധൈര്യമായിട്ട് 100%. അത് നമ്മൾ പൊളിക്കും. A to Z നമ്മൾ ചെയ്തു തരും. ഗുരുവായൂർ വന്നാൽ മതി. ഞാൻ വരാം. അപ്പൊ നമുക്ക് ഷൂട്ടുണ്ട്. ഷൂട്ടും കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് വെച്ചോടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി B20 വണ്ടി വരുന്നത്. പോയി കയറട്ടെ. എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ B20. കണ്ട കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ്. ഓക്കെ, ഫ്ലൈറ്റ് കയറി. ഇനി ഓഫ് ടു കൊച്ചി. ഓ എൻ്റെ മോനെ പൂത്ത ഉറക്കമായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ കിടന്നിട്ട് ഇതായിപ്പോൾ 4:30 ആയപ്പോഴത്തേക്കും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുന്നു. ഇപ്പൊ നാരായണൻകുട്ടിയും ഒരു പയ്യനും കൂടെ, ഏഞ്ചൽ ബേബിയ സന്ദീപ് മെറിഡിയൻ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അവരിപ്പോ ഒന്ന് പിക്കപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ മെറിഡിയനിലോട്ട് പോവാം. എന്നിട്ട് കുളിച്ച് ഫ്രഷായി ഷൂട്ടിൽ കയറാനുള്ളതാണ്. എന്തായാലും ലെറ്റ്സ് ഗോ ഗയ്സ്. പോയിട്ട് വരട്ടാ. ഓക്കെ, ഇപ്പൊ പാക്കല ഗുരുവായൂർ വെച്ച്. ഓക്കെ ശരി. നീ എന്റെ യൂണിഫോമിലോട്ട് കയറിയാടെ. ഇതൊക്കെ എന്ന് മുതല് ആണോ? റൂമൊക്കെ സെറ്റ് അല്ലേ? ഹലോ. ഓക്കെ ലെറ്റ്സ് ഗോ ഗയ്സ്. അങ്ങനെ വീണ്ടും ഒരു ഷൂട്ട് കാലഘട്ടം കൂടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരു നീണ്ട 4 ദിവസത്തെ ട്രിപ്പിന് ശേഷം വീണ്ടും ഞാൻ നാട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല ട്രിപ്പായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇനിയും ഇതുപോലുള്ള കുഞ്ഞു ട്രിപ്പുകൾ വേണമെങ്കിൽ പറയുക. ഐ വുഡ് ലവ് ടു ഡു ദാറ്റ്. അങ്ങനെ ആലോചിക്കായിരുന്നു ഗൈസ്. നമ്മൾ മറ്റൊന്ന് അമ്പലത്തിൽ പോയിട്ട് ഒരു സോളോ അടിച്ചല്ലോ. അതൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഇടയ്ക്കൊരു സോളോ പോകുന്നതിനെ കുറിച്ച് കമന്റ് ഡൗൺ ബിലോ ഗൈസ്. പിന്നെ ഇന്നത്തെ വീഡിയോ രാവിലെ എഴുന്നേറ്റപ്പോ ഉണ്ട് ഗൈസ്, അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതായിപ്പോയി. കാരണം ഞാൻ ആലോചിച്ച പാവം കൊച്ചിന് എന്തുമാത്രം വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കുട്ടിക്കാലത്ത്. അവളിങ്ങനെ ഇരുന്ന് ഓരോ കാര്യം പറയുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ട് വിഷമമായിപ്പോ. കുഴപ്പമില്ല മക്കളെ, ഗംഗയെ ഇനി ഒരുപാട് ഇതിന്റെ മുമ്പിൽ ലൈഫ് കിടക്കുന്നേ ഉള്ളൂ. നീ പൊളിച്ചടുക്കും, ഒരു സംശയം വേണ്ട. പിന്നെ ഈ ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റാത്തതും പിന്നെ ഇതുപോലെ നേരിൽ കണ്ട പേടിക്കണായിട്ടുള്ളത് ഞാൻ അവളോട് പറഞ്ഞ ഒരു തെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്യാൻ അവളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ഞാനിനി കുളിച്ചിട്ട് ഒന്ന് അമ്പലത്തിലോട്ട് പോകട്ടെ ഗയ്സ്.